അപ്പൊ എല്ലാവരും വിവരം അറിഞ്ഞു കാണുമല്ലോ. 3 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിടത്ത് 2 BJP തോറ്റു. ഇതോടെ ഡൽഹിയിൽ നടന്ന CJP പാറ്റ സമരം, അതിന്റെ പ്രത്യാഘാതങ്ങളാണ് ഈ സംഭവിച്ചത്. ഇനി BJP അങ്ങോട്ട് അടപടലം തോൽക്കാൻ പോവുകയാണ് എന്നൊക്കെ ചില സ്വപ്നജീവികൾ സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നം കാണുന്നവർക്ക് അത് കാണാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യയിലുണ്ടല്ലോ, അവർക്ക് സ്വപ്നം കാണാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു പാറ്റയും പല്ലി എട്ടുകാലിയും ഒന്നുമല്ല. ഇതിന്റെ കാരണം, പ്രധാന കാരണം BJPയുടെ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ BJP തോൽപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ കാര്യകാരണ സഹിതം കണക്കുകൾ വെച്ച് നിങ്ങളോട് പറയാം. അപ്പോൾ അതിനു മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കൂ. ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോ ഈ പാറ്റ ഡൽഹിയിൽ കോട്ടുവായിട്ടത് കൊണ്ടാണ് BJP 2 തോറ്റത് എന്നാണ് പറയുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്സ് ഞാൻ പറയാം. ഒന്നാമത് ബാങ്കിപ്പൂർ, ബീഹാറിലെ ബാങ്കിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലാണ് BJPക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടാവുന്ന തോൽവി സംഭവിച്ചത്. കാരണം ബാങ്കിപ്പൂര് കഴിഞ്ഞ തവണ ജയിച്ചത് BJPയുടെ ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷനായ നിതിൻ നബീനാണ്. നിതിൻ നബീൻ കഴിഞ്ഞ തവണ ജയിച്ച സ്ഥലത്ത് ഇത്തവണ പ്രശാന്ത് കിഷോർ, JSPയുടെ അതായത് ജൻ സുരാജ് പാർട്ടിയുടെ പ്രശാന്ത് കിഷോർ, നമുക്കറിയാമല്ലോ നമ്മുടെ തിരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്ന പ്രശാന്ത് കിഷോർ, മൂപ്പര് 18,000 വോട്ടിനാണ് ഈ ബാങ്കിപ്പൂർ BJPയിൽ നിന്ന് പിടിച്ചെടുത്തത്. രണ്ടാമതായിട്ട് മധ്യപ്രദേശിലെ ദാട്ടിയ എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഗ്രസിന്റെ ഘൻശ്യാം സിംഗ് ആണ് ജയിച്ചത്. 6,000 വോട്ടിനാണ് അവിടെ ജയിച്ചത്. അവിടെയും തോറ്റത് BJP ആണ്. 6,000 വോട്ടിനാണ് കോൺഗ്രസ് ജയിച്ചത്. മൂന്നാമത് മഞ്ചൽപൂർ, ഗുജറാത്തിലെ അസംബ്ലി മണ്ഡലമാണ്. അവിടെ BJPയുടെ സതീഷ് പട്ടേൽ 30,000 വോട്ടിന് ജയിച്ചു. ഈ 3 അപ്പൊ ഈ 3 ഒരിടത്ത് BJP ജയിച്ചു, 2 BJP തോറ്റു. ഈ 2 BJP തോറ്റതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിടത്ത് മാത്രമാണ് BJP സിറ്റിംഗ് സീറ്റിൽ തോറ്റത്. ഈ ബാങ്കിപ്പൂരിൽ മാത്രമാണ് BJP സിറ്റിംഗ് സീറ്റിൽ തോറ്റത്. മധ്യപ്രദേശിൽ കോൺഗ്രസ് ജയിച്ച സ്ഥലം കഴിഞ്ഞ തവണ കോൺഗ്രസ് തന്നെ ജയിച്ച സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിന്റെ. അപ്പൊ ഇനി ഈ 3 സ്ഥലം മഞ്ചൽപൂരിൽ നോക്കേണ്ട കാര്യമില്ല, BJP ഏതായാലും ജയിച്ചു. ഈ 2 ഈ ബാങ്കിപ്പൂരിലും ദത്തിയയിലും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് ഞാൻ നിങ്ങളോട് പറയാം, കണക്കുകൾ സഹിതം. ഈ ബാങ്കിപ്പൂർ എന്ന് പറയുന്ന അവിടെ പ്രധാനമായിട്ടും BJP പ്രവർത്തകരുടെ അതൃപ്തിയാണ് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ BJPയുടെ മുഖ്യമന്ത്രി സമ്രാട് ചൗധരിയുടെ ഭരണത്തിന്റെ ഒരു വിലയിരുത്തലായിരിക്കും ഇത് എന്നാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം പ്രശാന്ത് കിഷോർ പ്രസംഗിച്ചിരുന്നത്. BJPയുടെ അവിടെ നമുക്കറിയാലോ, ബീഹാർ എന്ന് പറഞ്ഞാൽ ജംഗിൾ രാജാണ്. ജംഗിൾ രാജിന് ഒരു അറുതി വരുത്തും എന്ന് പറഞ്ഞാണ് BJP അധികാരത്തിൽ കയറിയത്. പക്ഷെ കാര്യമായിട്ട് ജംഗിൾ രാജിനെ പ്രതിരോധിക്കാനായിട്ട് BJPക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള പരാതി BJPയുടെ അവിടുത്തെ ലോക്കൽ പ്രവർത്തകർക്ക് തന്നെയുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ്, 2-3 ദിവസം മുമ്പാണ് ഒരു ചീഫ് എഞ്ചിനീയർ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഏതോ ഒരു എഞ്ചിനീയർ ആണ് അയാളെ പട്ടാപ്പകല് കൊന്നത്. ബീഹാറിൽ സംഭവിച്ച കാര്യമാണ്. അവിടെ ഒരു JSPയുടെ ജൻ സുരാജ് പാർട്ടിയുടെ നേതാവാണ് ഈ കൊലയ്ക്ക് പിന്നിൽ, അല്ലെങ്കിൽ കൊല നടത്താനായിട്ട് ആസൂത്രണം ചെയ്തത് എന്ന് പരക്കെ അവിടെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. BJP പ്രവർത്തകരും ഇതിന്റെ പേരിൽ സർക്കാരിന് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പരാതി ഉയർന്ന ഉടനെ തന്നെ BJPയുടെ നേതാവായ അവിടുത്തെ മുഖ്യമന്ത്രി സമ്രാട് ചൗധരി എന്ത് ചെയ്തെന്നറിയോ? അങ്ങനെ പരസ്യ പ്രസ്താവന നടത്തി, ഈ JSPയുടെ നേതാവ് അങ്ങനെ ചെയ്യില്ല, അത് രാഷ്ട്രീയ പ്രതിയോഗിയാണ് BJPയുടെ, ആ പ്രശാന്ത് കിഷോറിന്റെ നേതാവ് അങ്ങനെ ചെയ്യില്ല എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി അങ്ങനെ എന്തന്വേഷിച്ചിട്ടാണ്. ഈ ആരോപണം ഉന്നയിച്ച ഉടനെ തന്നെയാണ് ഇത് BJPയുടെ പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള നീരസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാമല്ലോ, ഈ പറയുന്ന സമ്രാട് ചൗധരി ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സമ്രാട് ചൗധരി നല്ല ഒന്നാന്തരം കൊണ്ടയാണ്. സമ്രാട് ചൗധരി ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൊലപാതക കേസിന്റെ കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവിടുത്തെ ലോക്കൽ BJP നേതാക്കന്മാർക്ക് ഈ സമ്രാട് ചൗധരിയുടെ വലിയ നീരസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ ഈ JSPയുടെ നേതാവുണ്ടല്ലോ, ഈ കൊലപാതകി എന്ന് പറയുന്ന അയാളും ഈ സമ്രാട് ചൗധരിയൊക്കെ ഒരുപക്ഷെ പൂർവാശ്രമത്തിൽ ഒരുപക്ഷെ ഗ്യാങ് മേറ്റ്സ് ആയിരുന്നിരിക്കാം, ഒരേ ഗ്യാങ്ങിന്റെ ഭാഗമൊക്കെ ആയിരുന്നിരിക്കാം. അതിന്റെ സ്നേഹം കൊണ്ടായിരിക്കും പക്ഷെ സമ്രാട് ചൗധരി അയാളെ വെള്ളപൂശാൻ ശ്രമിച്ചത്. ഏതായാലും BJP പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതയും അമർഷവും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെയും ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ടാണല്ലോ BJP ജയിക്കുന്നത്, ഹിന്ദുക്കൾക്കെതിരെയും അതുപോലെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്കെതിരെയും എല്ലാം പ്രസ്താവന നടത്തുന്ന ചില നേതാക്കന്മാർക്ക് കണിഞ്ഞാണിടണം എന്ന് BJP പ്രവർത്തകര് സ്ഥിരമായിട്ട് അവിടുത്തെ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പാർട്ടിയിലെ പ്രവർത്തകരുടെ വികാരത്തെ ഇവര് അവഗണിക്കുന്നു. അതൊരു പ്രധാന പ്രശ്നമാണ്. നാഗ്മണി ഖുഷ്വാഹ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു BJP അയാളൊരു MLA ആണ്.
മുൻ മന്ത്രിയുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആണ്, BJP കാരനാണ്, നാഗ്മണി കുഷ്വാഹ. നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ നോക്കി അറിയാം. അയാൾ ഈ കുറച്ചു നാൾ മുമ്പ് ഒരു വലിയ പ്രസ്താവന നടത്തിയിരുന്നു. അത് അവിടുത്തെ BJP പ്രവർത്തകർക്കൊക്കെ വലിയ അമർഷം ഉണ്ടാക്കി. അയാൾ പറഞ്ഞത് ശ്രീരാമൻ ദൈവമൊന്നുമല്ല, ദൈവമാണെങ്കിൽ പിന്നെ ശ്രീരാമൻ അവസാനം മരിക്കുന്നത് എങ്ങനെയാണ്? ദൈവം മരിക്കില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ശ്രീരാമൻ മനുഷ്യാവതാരത്തിൽ വന്ന ശ്രീരാമനാണ് മരിച്ചത്, അല്ലാതെ മഹാവിഷ്ണു അല്ല മരിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഇതറിയാവുന്നവർക്കറിയാം. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു BJP ടിക്കറ്റ് കിട്ടി BJP MLA ആവുന്നു. ഹിന്ദുക്കളുടെയും BJP-കാരുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് അവസാനം BJP-കാരുടെ നെഞ്ചത്ത് തന്നെ കത്തിവെക്കുന്ന പരിപാടിയാണ് അവിടുത്തെ നേതാക്കൾ. അപ്പൊ ഇവർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് പാർട്ടി സംസ്ഥാന നേതൃത്വവും മനസ്സിലാക്കിയിട്ടില്ല, കണ്ണു തുറന്നിട്ടില്ല. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും കണ്ണു തുറന്നിട്ടില്ല. ഈ അമർഷം കൃത്യമായിട്ട് ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു BJP പ്രവർത്തകർ എന്ന് അറിയാനായിട്ട് വോട്ടിംഗ് പെർസെന്റേജ് മാത്രം നോക്കിയാൽ മതി. BJPക്ക് എത്ര വോട്ടിംഗ് പെർസെന്റേജ് അല്ല, BJPക്ക് എത്ര വോട്ട് പെർസെന്റേജ് കിട്ടി എന്ന് മാത്രം നോക്കിയാൽ മതി. 2025 കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിതിൻ നബീൻ ജയിച്ചപ്പോൾ അവിടെ 62.66% വോട്ടുകളാണ് നിതിൻ നബീൻ പിടിച്ചത്. പക്ഷേ ഇത്തവണ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി എത്രയാണ് പിടിച്ചതെന്ന് നോക്കൂ, 34.4%. അതായത് നിതിൻ നബീൻ 2025 കിട്ടിയതിന്റെ നേർ പകുതിയോളമായിട്ട് BJPയുടെ വോട്ട് പെർസെന്റേജ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഗ്രൗണ്ട് ലെവലിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമർഷം ഉണ്ടായിരുന്നു BJPക്കെതിരായിട്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് BJPക്കാർ തന്നെയാണ് തോൽപ്പിച്ചത്. പാറ്റകൾ വോട്ടുവായി ഇട്ടിട്ടോ എട്ടുകാലി ചാടിയത് കൊണ്ടോ ഒന്നും അല്ല ഇവിടെ BJP തോറ്റതെന്ന് പറയാം. പിന്നെ മറ്റ് ലോക്കൽ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ബാങ്കിപ്പൂരിലെ തോൽവിയുടെ പരമാർത്ഥം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ദട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. 2023 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ ജയിച്ചത് വെറും 7000 വോട്ടിനായിരുന്നു. 2023 കോൺഗ്രസ് ഈ ഡാറ്റിയയിൽ ജയിച്ച വെറും 7000 വോട്ടിനായിരുന്നു. ഇത്തവണ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 6000 കുറഞ്ഞു. ഞാൻ പറയുന്നത് തോൽവിയെ വെള്ളപൂശിയൊന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഈ പാറ്റ വിപ്ലവം കൊണ്ട് നരേന്ദ്രമോദിയുടെ സിംഹാസനം ഇളകി എന്നൊക്കെ ചില പൊട്ടന്മാരിരുന്ന് പറയുന്നുണ്ട്. അവരെല്ലാം ദിവാസ്വപ്നം കാണുന്നത്. അതൊന്നും അല്ല. 2023 7000 വോട്ടിന് തോറ്റ BJP ഇത്തവണ 6000 വോട്ടിനാണ് തോറ്റത്. 1000 വോട്ടിന് കുറവാണ് BJP ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ള ഇന്റേണൽ ഇഷ്യൂസ്, BJPയുടെ ഉള്ളിൽ തന്നെയുള്ള ആഭ്യന്തര കലാപം. BJP പല സ്ഥലങ്ങളിലും ആഭ്യന്തര കലാപം കാണാറില്ലാത്തതാണ്. പക്ഷേ ദട്ടിയിൽ വലിയ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ, പ്രധാനമായിട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം BJPയുടെ വന്ന അന്ന് മുതൽ വലിയ രീതിയിൽ ഗ്രൗണ്ട് ലെവലിലുള്ള, ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തകർ വലിയ രീതിയിലുള്ള കലാപം അഴിച്ചു വിട്ടിരുന്നു. ഇതൊക്കെ പത്രത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലെല്ലാം വന്ന സംഭവമാണ്. നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടുത്തെ എല്ലാം രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നവർക്കെല്ലാം ഞാൻ പറയുമ്പോൾ ഈ കാര്യം സത്യമാണെന്ന് അറിയാവുന്ന കാര്യമാണ്. ഈ ഡാറ്റിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലമുതിർന്ന BJP നേതാവ് എന്ന് പറയുന്നത് നറോത്തം മിശ്രയാണ്. നറോത്തം മിശ്ര എന്ന് പറയുന്നത് മുൻ ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോ ഈ നറോത്തം മിശ്രയാണ് അവിടുത്തെ ഏറ്റവും വലിയ, ഈ ഡാറ്റിയക്കാരനാണ് അവിടുത്തെ ഏറ്റവും വലിയ നേതാവാണ്. അങ്ങേരാണ് BJP സ്ഥാനാർത്ഥിയാണെന്ന് ഏതാണ്ട് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ ലാസ്റ്റ് മിനിറ്റിലാണ് ഈ നറോത്തം മിശ്രയ്ക്ക് പ്രായം കൂടുതലാണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് 74-75 വയസ്സായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറുപ്പക്കാരായ 40-42 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് BJP സ്ഥാനാർത്ഥിയാക്കി. കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട് സ്ഥാനാർത്ഥിയാക്കിയതാണ് ഈ ഡാറ്റിയയിലെ ഇപ്പൊ പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥിയെ. നിങ്ങൾ നോക്കൂ, ഈ നറോത്തം മിശ്രയ്ക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നതിനെ തുടർന്ന് വലിയ കലാപങ്ങൾ ഉണ്ടായിരുന്നു. BJPയുടെ പ്രവർത്തകർ റോഡിൽ അഴിഞ്ഞാടുന്നു, അവിടെ റോഡ് സ്തംഭിപ്പിക്കുന്നു, ഗതാഗതം സ്തംഭിപ്പിക്കുന്നു, ഹൈവേ സ്തംഭിപ്പിക്കുന്നു, പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഇതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അന്ന് ഈ നോമിനേഷൻ കൊടുത്ത അന്ന് മുതൽ കലാപം ആരംഭിച്ചതാണ്. ഇനി നോമിനേഷന്റെ സമയത്ത് വേറൊരു നാടകീയ സംഭവം നടന്നിരുന്നു. ഈ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്ന ഈ അവിടുത്തെ നേതാവായ നരോത്തം മിശ്ര അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. ഈ നരോത്തം മിശ്ര BJP സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുൻ ആഭ്യന്തരമന്ത്രിയായ, അവിടുത്തെ ഏറ്റവും വലിയ സീനിയർ നേതാവായ, അവിടെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള നേതാവായ നരോത്തം മിശ്ര ഈ നോമിനേഷൻ കൊടുത്തതിന്, അവിടുത്തെ BJP സ്ഥാനാർത്ഥിയുടെ നോമിനേഷന്റെ ചടങ്ങിൽ നരോത്തം മിശ്രയായിരുന്നു സ്റ്റാർ. മീഡിയ മുഴുവൻ ഫോക്കസ് ചെയ്ത നരോത്തം മിശ്ര. കാരണം ഇങ്ങേരുടെ കരച്ചിലും നിലവിളിയും കാരണം ഈ അവിടുത്തെ സ്ഥാനാർത്ഥിയെ മീഡിയ വേണ്ട രീതിയിൽ അന്ന് കവർ ചെയ്തത് പോലുമില്ല. അപ്പോഴേ ആളുകൾക്ക് അറിയാമായിരുന്നു ഇവിടെ ഏതായാലും BJP പ്രവർത്തകർ തന്നെ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നുള്ളത്. ഇത് അമർഷമാണ്. കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട് സംസ്ഥാന നേതാക്കന്മാർ അല്ലെ സംസ്ഥാനത്തെ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെ നേരിട്ടിറക്കി വള്ളിയിൽ കെട്ടിയിറക്കിയ പുതിയ സ്ഥാനാർത്ഥിയെ അവിടുത്തെ സാധാരണക്കാരെ തോൽപ്പിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ BJPക്ക് എന്താണോ പറ്റിയത് അത് തന്നെയാണ് ഇത്തവണ ഇവിടെ ഈ ഡാറ്റിയല്ല ഇത്തവണ പറ്റിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള
എന്താണ് വിപരീതമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ പോലും കഴിഞ്ഞ തവണ തോറ്റതിനേക്കാൾ 1000 വോട്ട് കുറവിനാണ് ഇത്തവണ തോറ്റത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 7000 ഉണ്ടായിരുന്നു ഭൂരിപക്ഷം, ഇത്തവണ 6000 ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഈ ജൻസികൾ അവിടെ ഉറഞ്ഞു തുള്ളിയത് കൊണ്ടാണ് ഇത്തവണ നരേന്ദ്രമോദിയുടെ സിംഹാസനം ഇളകിയത് എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് വെറും ഭോഷ്കാണ്. അല്ലെങ്കിൽ അവർക്ക് സത്യാവസ്ഥ അറിയാമായിരിക്കും, പക്ഷെ അവരിങ്ങനെ കുറെ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് മാത്രം കരുതിയാൽ മതി. എന്താണ് ഈ പറയുന്ന ഗുജറാത്തിൽ ജൻസി ഇല്ലേ? ഗുജറാത്തിൽ 30,000 വോട്ടിന് BJP ജയിച്ചെടുത്ത് ജൻസി ഇല്ലേ? മധ്യപ്രദേശിലും ബീഹാറിലും മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ജൻസി. ഞാൻ പറഞ്ഞതുപോലെ എട്ടുകാലികൾ ഉള്ളിൽ ചാടിയത് കൊണ്ടോ പാറ്റകൾ വോട്ടുവായി ഇട്ടത് കൊണ്ടോ ഒന്നുമല്ല, BJP പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബീഹാറിലും മധ്യപ്രദേശിലും BJP തോറ്റത് എന്നുള്ളതാണ് നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അറിയാൻ സാധിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ഡൽഹിയിലെ കലാപത്തെ, അല്ലെങ്കിൽ ഈ നീറ്റ് വിഷയത്തിലൊന്നും ആയിരുന്നില്ല അവിടെ കലാപമല്ല, ഈ സമരം മുഴുവൻ നടത്തിയത് നീറ്റ് വിഷയത്തിലൊന്നും ആയിരുന്നത് നമുക്കറിയാം. അവിടെ ഭാരത് തേരെ ടുക്ഡേ ഹോങ്കെ, പിന്നെ അള്ളാഹ് കാ നാം രഹേഗ, പിന്നെ നരേന്ദ്രമോദിയുടെ തന്തയ്ക്ക് വിളിക്കുന്നു. ഇങ്ങനെ നരേന്ദ്രമോദി ജനിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ച് 3 വർഷം കഴിഞ്ഞാണെന്ന് ചില അലവലാദികൾ വിളിച്ചു പറയുന്നു. FCR നിയമം പിൻവലിക്കുക, ജമ്മു കാശ്മീരിൽ 300 ആർട്ടിക്കിൾ 370 വീണ്ടും പുനഃസ്ഥാപിക്കുക. ഇതെല്ലാം നീറ്റുമായിട്ട് എന്താ ബന്ധം? തീരെ നീറ്റായിരുന്നില്ലേ കലാപം? എല്ലാ രാജ്യവിരുദ്ധ ശക്തികൾ അഴിഞ്ഞാടിയതാണെന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഈ നീറ്റ് വിരുദ്ധ കലാപം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി സർക്കാർ അതിനെ വേണ്ട രീതിയിലല്ല ഹാൻഡിൽ ചെയ്തത്. നരേന്ദ്രമോദി സർക്കാരിന് അവിടെ പാളിച്ച വന്നു എന്ന് സാധാരണ BJP പ്രവർത്തകർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഈ പ്രശ്നമുണ്ടായി, ഈ നീറ്റ് ലീക്ക്, എന്താണ് പരീക്ഷ പേപ്പർ ലീക്കായി പിറ്റേന്ന് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ഡൽഹിയിലെ ഈ രാജ്യവിരുദ്ധ ഇക്കോസിസ്റ്റത്തിന് കിടന്ന് അഴിഞ്ഞാടാനും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ രാജ്യത്തെ നാണം കെടുത്താനും ഒരു അവസരം അവർക്ക് കിട്ടില്ലായിരുന്നു. അത് പ്രൊവാക്റ്റീവായിട്ട്, പ്രിഎംപ്റ്റീവായിട്ട് നരേന്ദ്രമോദി അവരെ സ്ട്രൈക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് കരുതുന്നവരാണ് മഹാഭൂരിപക്ഷം BJP പ്രവർത്തകരും. ബോധമുള്ളവരെല്ലാവരും പറയുന്നതാ. ഇതിപ്പോ ആകെപ്പാടെ നാണക്കേടായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിന് അവിടെ പാളിച്ച പറ്റി എന്നാണ് മഹാഭൂരിപക്ഷം ആളുകൾ കരുതുന്നത്. അപ്പോ അങ്ങനെയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അങ്ങനെ വിദ്യാഭ്യാസമുള്ള BJPയുടെ വോട്ടർമാരുടെ ഇടയിലും ഈ സർക്കാരിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രവർത്തകരുടെ ജോലി എന്താ? സർക്കാർ അധികാരത്തിലിരിക്കുന്ന തങ്ങളുടെ സർക്കാർ വഴി തെറ്റിപ്പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, സർക്കാരിനെ പുൾ ബാക്ക് ഓൺ ട്രാക്ക്, നേരെ ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് അവരുടെ ഉത്തരവാദിത്വം. അത് കൃത്യമായിട്ട് BJP പ്രവർത്തകർ നടത്തി എന്നുള്ളതിന്റെ ഫലമാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. പിന്നെ BJPയെ കുറിച്ചുള്ള ഒരു BJPക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റുകളിൽ നിന്ന് പഠിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ട് ഇത് തിരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് BJP മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. എനിക്കൊരു കാര്യം, ഈ പറയുന്ന രാജ്യവിരുദ്ധ ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, ഈ ലെഫ്റ്റ് ജിഹാദി ഇക്കോസിസ്റ്റം, അതിനോടൊപ്പം തന്നെ നമ്മുടെ കോൺഗ്രസ്സുകാർ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആ മാന്യദേഹത്തോടൊക്കെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ് ഈ ബാങ്കിപ്പൂരിലും അതുപോലെ ഡാറ്റിയയിലും പേപ്പർ ബാലറ്റ് ആയിരുന്നു, EVM ആയിരുന്നില്ലേ? അപ്പൊ എവിടെ പോയി? EVM അട്ടിമറിച്ച് നരേന്ദ്രമോദി ജയിക്കുന്നു എന്ന് പറഞ്ഞ് ഇനിയിപ്പോ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ കോമന്റ്സിൽ വന്നിട്ട് പറയും അത് എല്ലായിടത്തും അട്ടിമറിക്കില്ലല്ലോ, കുറച്ച് സംഗതി ഈ കഥയ്ക്ക് ഒരു ഒറിജിനാലിറ്റി ഉണ്ടാകാൻ വേണ്ടി, അതായത് ജനങ്ങൾ EVMനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി BJP ചിലയിടത്തൊക്കെ തോറ്റു കൊടുത്തതായിരിക്കുന്നത്. BJP ഒരു കാരണവശാലും തോറ്റു കൊടുക്കാത്ത, BJPക്ക് സർവത്ര നാണക്കേടാകാവുന്ന ബാങ്കിപ്പൂരിൽ BJP എങ്ങനെ തോറ്റു കൊടുക്കാനാണ് ശരി, ഡാറ്റിയയിൽ തോറ്റു കൊടുത്തു എന്ന് വെച്ചു. BJPയുടെ സിറ്റിംഗ് സീറ്റായ, BJPയുടെ ദേശീയ പ്രസിഡന്റിന്റെ മണ്ഡലമായ ബാങ്കിപ്പൂരിൽ BJP അങ്ങനെ എന്തായാലും തോറ്റു കൊടുക്കില്ല, അല്ലെ? നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് EVM അട്ടിമറിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയോട് എനിക്ക് പറയാനുള്ളത്, മൂപ്പർ ഇടയ്ക്കിടയ്ക്ക് പത്രസമ്മേളനം നടത്താറുണ്ടല്ലോ, വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട്. ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ നിലവിളിക്കുന്ന രാഹുൽ ഗാന്ധി ഈ ഡാറ്റയിൽ നിന്ന് ജയിച്ച കോൺഗ്രസിന്റെ MLAയോട് രാജിവെക്കാൻ പറയുമോ? ചോദിച്ചൊരു കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഇതാണ്, തോറ്റു കഴിഞ്ഞു കഴിയുമ്പോൾ ഫാഷിസ്റ്റ് EVM, ജയിച്ചു കഴിയുമ്പോൾ മനോഹരമായ തങ്കപ്പെട്ട EVM എന്നായിരിക്കും കോൺഗ്രസ്സുകാർ ഇപ്പൊ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് EVM അട്ടിമറി എന്ന് പറയുന്നത് വെറും ശുദ്ധ ഉടായ്പ. ഞാനും കുറെ കാലം പറഞ്ഞതാ. അപ്പൊ അതിനുള്ള പരിഹാരമായിട്ടാണ് ഞാനിപ്പോ ഈ പറയുന്നത്. ഇത് വെറും ശുദ്ധ ഉടായ്പാണെന്നുള്ളതിനുള്ള തെളിവ്, മറ്റൊരു തെളിവ് കൂടിയാണ് ഈ 3 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2 BJP തോറ്റ്. അപ്പൊ 2 BJP തോറ്റു കഴിഞ്ഞപ്പോൾ EVM അട്ടിമറി ഗൂഢാലോചന സിദ്ധാന്തക്കാർ അതിനെ കുറിച്ചൊന്നും മിണ്ടില്ല കേട്ടോ. അപ്പൊ പറയുന്ന പാറ്റകൾ കോട്ടുമായിട്ടിട്ടാണ് അവിടെ എട്ടുകാലികൾ കലാപം
കലാപം നടത്തിയിട്ടാണ് ഡൽഹിയിൽ കലാപം നടത്തിയിട്ടാണ് BJP തോറ്റതെന്ന് പറയുന്നത്. അല്ലാതെ EVM അട്ടിമറി ഇല്ലല്ലോ എന്ന് അവർ ചിന്തിക്കുന്നില്ല. എവിടെയെങ്കിലും BJP ജയിച്ചു കഴിഞ്ഞാൽ അയ്യോ EVM അട്ടിമറി ജയിച്ചെന്ന് പറയും. കോമൺ സെൻസ് ഉള്ള മനുഷ്യരെ സംബന്ധിച്ച് EVM അട്ടിമറി എന്നൊക്കെ പറയുന്നത് വെറും ഉടായ്പാണെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് മറ്റൊരു തെളിവ് കൂടിയാണിത്. അപ്പൊ വീണ്ടും രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നു, മധ്യപ്രദേശിലെ ഡാറ്റിയയിലെ പുതിയ MLA ഇപ്പോൾ രാജിവെക്കുമോ അതോ ഒന്ന് നിയമസഭയിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് രാജിവെക്കുന്നുള്ളൂ? കാരണം EVM അട്ടിമറിച്ചിട്ടല്ലേ ജയിച്ചത്, അവിടെ പേപ്പർ ബാലറ്റ് ഒന്നും ആയിരുന്നല്ലോ. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമുണ്ടാവില്ല. എല്ലാവരുടെ ഉത്തരം വെറും തെറിയായിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം ബോധ്യമായി കാണും. നിങ്ങൾക്കല്ല, കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ഈ സത്യത്തെ സത്യമായിട്ട് കണ്ട് തിരിച്ചറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ബോധ്യമായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ദയവായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക. താങ്ക് യു. ജയ് ഹിന്ദ്.